ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് മാങ്ങാപ്പാണ്ടിയാണ്. ഞാനിപ്പോൾ ഇതിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് കാണിച്ചു. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് തല്ലി പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തിട്ട് അതിനകത്തൊരു പരിപ്പുണ്ട്. ആ പരിപ്പ് ആദ്യം നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് അതിനെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. പൊട്ടിച്ചിട്ട് വരാം. ഇതാണ് പൊട്ടിച്ചെടുത്ത മാങ്ങാപ്പാണ്ടി. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കണം. അങ്ങനെ 7 പ്രാവശ്യം നമ്മളത് തെളിച്ചരിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ദിവസത്തെ പ്രോസസ്സാണിത്. ഞാൻ ഉണ്ടായിരുന്ന മാവിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എത്രത്തോളം കൂടുതൽ ഒഴിക്കുന്നുവോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് തെളിയാൻ തുടങ്ങും. അങ്ങനെ 7 പ്രാവശ്യം നമ്മളിത് തെളിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ 7 പ്രാവശ്യം ഇവിടെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത മാവാണിത്, കട്ടി മാവ്. അപ്പോൾ അതിൽ ആ വെള്ളം ഊറ്റി കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാവാണിത്. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് പച്ചരിയിലാണ് ചെയ്യുന്നത്. നമുക്ക് പുഴുക്കലരിയിൽ വേണമെങ്കിൽ ചെയ്യാം, അത് പായസം ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ പയർ ചേർത്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ പച്ചരി അടുപ്പിലേക്ക് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പച്ചരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പാണ്ടി അരച്ച് വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. പാണ്ടി അരച്ച് വെച്ചിരുന്ന ആ മാവാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി. ഇപ്പോൾ കണ്ടോ, ടേസ്റ്റി ആയിട്ടുള്ള പാണ്ടിക്കഞ്ഞി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉദരശുദ്ധിക്കും നമ്മുടെ കരൾ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും അത്യുത്തമമാണ്. ഇപ്പോൾ പാണ്ടി ധാരാളം കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.